ദൈവനാമം മഹത്വപ്പെടട്ടെ. ഒടുവിൽ എൻ്റെ സഹോദരന്മാരെ, കർത്താവിൽ സന്തോഷിപ്പീൻ. അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുതുന്നതിൽ എനിക്ക് മടുപ്പില്ല. നിങ്ങൾക്കത് ഉറപ്പുമാകുന്നുവെന്ന ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 1-ാം തിരുവചനം വായിക്കുമ്പോൾ ലേഖനം പര്യവസാനിക്കുന്നതിൻ്റെ ആരംഭമാണെന്ന് തോന്നും. എന്നാൽ 2-ാം വാക്യം മുതൽ സ്വരത്തിലും ആശയത്തിലും സന്ദർഭത്തിലും വ്യത്യാസം കാണുന്നു. ഇത് ഫിലിപ്പിയ സഭയിൽ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ഒരു അപകടത്തെപ്പറ്റി നൽകുന്ന മുന്നറിയിപ്പാണ്. നായ്ക്കളെ സൂക്ഷിപ്പീൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പീൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പീൻ. നാമല്ലോ പരിച്ഛേദനക്കാർ. ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ എന്ന് 3-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള ഭാഗങ്ങളിൽ വിശ്വാസികളെ തെറ്റായ ഉപദേശത്തിലേക്ക് നയിക്കുവാൻ ശ്രമിച്ച യഹൂദ മതാചാരവാദികൾക്കെതിരായ മുന്നറിയിപ്പ് നൽകുന്നു. ക്രിസ്തുവിലുള്ള വിശ്വാസത്തോടൊപ്പം യഹൂദ ന്യായപ്രമാണവും പരിച്ഛേദനയും രക്ഷയ്ക്ക് നിർബന്ധമാണെന്ന് ഇവർ വാദിച്ചിരുന്നു. 3 കഠിനപദങ്ങൾ ഉപയോഗിച്ച് ഈ കൂട്ടരെ സൂക്ഷിക്കണമെന്ന് അപ്പോസ്തലൻ പറയുന്നു. 1 നായ്ക്കൾ, 2 ആകാത്ത വേലക്കാർ, 3 വിച്ഛേദനക്കാർ. നായ്ക്കൾ എന്നത് അശുദ്ധർ, സത്യത്തെ എതിർക്കുന്നവർ എന്നീ അർത്ഥത്തിൽ യഹൂദർ ജാതികളെ നിന്ദ്യമായി വിളിച്ചിരുന്ന വാക്കാണ്. പൗലോസ് ആ പേരുകൊണ്ട് തന്നെ യഹൂദ മതവാദികളെ സംബോധന ചെയ്യുന്നു. തെരുവ് നായ്ക്കളെ പോലെ അലഞ്ഞു തിരിഞ്ഞ് അശുദ്ധിയിൽ ജീവിക്കുകയും വിശ്വാസികളെ കടിച്ചു കീറുവാനും സത്യവിശ്വാസത്തെ നശിപ്പിക്കുവാനും ശ്രമിക്കുന്ന അപകടകാരികളായ വ്യാജ ഉപദേഷ്ടാക്കന്മാരെയാണ് ഇവിടെ നായ്ക്കളെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ആകാത്ത വേലക്കാർ എന്നത് തിന്മ പ്രവർത്തിക്കുന്നവരും ദൈവഹിതത്തിന് നിരക്കാത്ത വേല ചെയ്യുന്നവരുമാണ്. തങ്ങൾ ന്യായപ്രമാണം പാലിച്ച് ദൈവത്തിന് വലിയ വേല ചെയ്യുന്നവരാണെന്ന് ഈ കൂട്ടർ കരുതിയിരുന്നത്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ പൂർണ്ണമായ യാഗത്തോട് മനുഷ്യൻ്റെ സ്വന്തം പ്രവൃത്തികളിൽ കൂടി കൂട്ടിച്ചേർക്കുവാൻ ശ്രമിച്ചതുവഴി അവർ സുവിശേഷത്തിൻ്റെ കൃപയെ ഇല്ലാതാക്കുകയാണ് ചെയ്തത്. ദൈവകൃപയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് കൊണ്ട് പൗലോസ് ഇവരെ തിന്മ പ്രവർത്തിക്കുന്നവർ എന്ന് വിളിക്കുന്നു. 3-ാമത്തേത് വിച്ഛേദനക്കാരാണ്. വ്യാജ പരിച്ഛേദനക്കാരാണിവർ. ഇവർ ശരീരത്തെ വെറുതെ മുറിച്ചു കളയുന്നവർ മാത്രമാണ്. പഴയ നിയമത്തിൽ ദൈവവുമായുള്ള ഉടമ്പടിയുടെ പവിത്രമായ അടയാളമായിരുന്നു പരിച്ഛേദന അഥവാ സർക്കംസിഷൻ. എന്നാൽ ക്രിസ്തുവിൻ്റെ വരവോടുകൂടി ഹൃദയത്തിൻ്റെ ആത്മീയ പരിച്ഛേദനയാണ് പ്രധാനം. രക്ഷയ്ക്കായി ഇപ്പോഴും ശരീരത്തിൽ പരിച്ഛേദന ചെയ്യണമെന്ന് വാശി പിടിക്കുന്നവരുടെ പ്രവൃത്തി ആത്മീയ അർത്ഥമില്ലാത്ത വെറും ശരീരം മുറിക്കൽ മാത്രമാണെന്ന് പൗലോസ് ഇവിടെ പരിഹസിക്കുന്നു. യഥാർത്ഥ പരിച്ഛേദനക്കാർ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണെന്നും അപ്പോസ്തലൻ തൊട്ടടുത്ത വാക്യത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. രക്ഷ എന്നത് മനുഷ്യൻ്റെ പ്രവൃത്തികൾ കൊണ്ടല്ല, മറിച്ച് ദൈവകൃപയാൽ ലഭിക്കുന്നതാണെന്ന സത്യത്തെ കാത്തുസൂക്ഷിക്കുവാൻ വിശ്വാസികളെ ഓർമ്മിപ്പിക്കുകയാണ് പൗലോസ് ഈ വാക്യത്തിലൂടെ ചെയ്യുന്നത്. അതെ, രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ്. നാമല്ലോ പരിച്ഛേദനക്കാർ എന്നതിൽ യഹൂദ പരിച്ഛേദന ഒരു ബാഹ്യചടങ്ങ് മാത്രമായിരുന്നുവെന്നും യഥാർത്ഥ പരിച്ഛേദന ആന്തരികമാണെന്ന് റോമർ 2:28-29 തിരുവചനങ്ങൾ കൂടി അപ്പോസ്തലൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പുറമേ യഹൂദനല്ല, പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല, അകമേ യഹൂദനായവനത്രേ യഹൂദൻ. അക്ഷരത്തിലല്ല, ആത്മാവിലുള്ള പരിച്ഛേദനയത്രേ പരിച്ഛേദന. അവന് മനുഷ്യരാലല്ല, ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. നായ്ക്കൾ, ആകാത്ത വേലക്കാർ, വിച്ഛേദനക്കാർ എന്നിവരെ തിരിച്ചറിഞ്ഞ് ജീവിക്കുക എന്നത് ഈ കാലഘട്ടത്തിലും പ്രസക്തമാണ്. പ്രിയമുള്ളവരെ, ഈ തിരിച്ചറിവ് ലഭിക്കുന്നത് ദൈവത്തെക്കുറിച്ചുള്ള അറിവായ പരിജ്ഞാനം നമ്മുടെ ഉള്ളിൽ നിറയുമ്പോഴാണ്. യഥാർത്ഥ പരിച്ഛേദന ആന്തരികമാണ്. അത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമുള്ളതാണ്. അത് യഥാർത്ഥ വിശ്വാസിയുടെ തിന്മയിൽ നിന്നുള്ള വേർപാടാണ്. സാത്താൻ്റെ അടിമത്തത്തിൽ നിന്നുള്ള വിടുതലാണ്. പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. അത് രക്ഷയിലേക്കുള്ള വഴിയാണ്. അത് അശുദ്ധിയെ ഉപേക്ഷിച്ച് വിശുദ്ധിയുടെ പാതയിൽ സഞ്ചരിക്കുന്നതാണ്.
വിശുദ്ധിയെ തികച്ചും കൊണ്ടൊരുങ്ങി നിൽക്കാ പ്രിയൻ വരവതിൻ താമസമേറെയില്ല. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.